നമസ്കാരം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. വത്തക്കുഴമ്പാണ് വെച്ചത്. നല്ല മഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വത്തക്കുഴമ്പ് ഉണ്ടാക്കാമെന്ന് വെച്ചു. ചീര വാങ്ങിച്ചപ്പോൾ അത് മണത്തക്കാളി ചീരയാണ് വാങ്ങിച്ചത്. അപ്പോൾ അത് ഒരുപാട് ഗുണങ്ങളുള്ളൊരു ചീര, എല്ലാവർക്കും അറിയാമല്ലോ. നിറയെ കായ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചു അതിൻ്റെ കായ എടുത്തിട്ട് വത്തക്കുഴമ്പ് ഉണ്ടാക്കാം, അതിൻ്റെ ഇല എടുത്ത് ചീരത്തോരനും വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത് മോരിൽ ഉണക്കി, നമ്മൾ പാവയ്ക്കൊക്കെ ഉണക്കുന്ന പോലെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ ഈ വത്തക്കുഴമ്പ് ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ ഞാൻ ചീരയൊക്കെ അരിഞ്ഞും വെച്ചിട്ടുണ്ട് തോരൻ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കായ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, പിന്നെ ഉള്ളത് ചുമന്നുള്ളിയാണ് കേട്ടോ. ചുമന്നുള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് വേണം. പിന്നെ ഒരു തക്കാളി, കുറച്ച് മുളക് അരിഞ്ഞത്, അത്രയാണ് വേണ്ടത്. ചീനച്ചട്ടി അടുപ്പേ വെച്ചിട്ട്, മൺചട്ടിയാണ് ഏറ്റവും നല്ലത്. എള്ളെണ്ണ ഒഴിക്കണം. അതിലേക്ക് കടുകിട്ടിട്ട് ജീരകവും ഉലുവയും ഇത്രയിട്ടാണ് നമ്മൾ മൂപ്പിക്കേണ്ടത്. അതിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഈ കായ ഉണ്ടല്ലോ, പച്ചയാണെങ്കിൽ ഇട്ട് നന്നായിട്ടൊന്ന് വറക്കണം. വറ്റലാണേലും വറക്കണം. പച്ച വറക്കുമ്പോൾ വെച്ച് ശ്രദ്ധിക്കണം, മുഖത്തൊക്കെ പൊട്ടി വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും വെച്ച് അടച്ച് വെച്ചിട്ട് വേണം വറക്കാൻ. ഇതിലേക്ക് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും മുളകും ഇട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ. നല്ലപോലെ സോഫ്റ്റ് ആവുന്ന വരെ വഴറ്റണം. ഒട്ടും പച്ചയൊന്നും കടിക്കാൻ പാടില്ല. ഇതിലേക്ക് തക്കാളിയും കൂടെ ഇട്ട് വഴറ്റാം. ഇത്തിരി ഉപ്പ് ഇടാം. നന്നായിട്ട് ഇതെല്ലാം വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്കിനി ഒത്തിരി അടച്ച് വയ്ക്കാം. നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇതുപോലെ ആവണം. ഇനിയും പൊടികളിടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി, ഇത്രയാണ് നമ്മൾ ഇടുന്നത്. കായപ്പൊടി ഇത്ര ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക, പച്ചമണമൊക്കെ പോകുന്നതിനായിട്ട്. എന്നിട്ട് പുളി പിഴിഞ്ഞത്, നമ്മുടെ വാളംപുളി പിഴിഞ്ഞത് ഒഴിച്ച് നന്നായിട്ട് ഇളക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഒരു കുറുകിയൊക്കെ ഇരിക്കേണ്ട ഒരു കറിയായത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കരപ്പൊടിയും കൂടെ ചേർക്കാം. ശർക്കരയോ ശർക്കരപ്പൊടിയോ ചേർക്കാം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. എന്ന് വെച്ചിട്ട് ഒരുപാടൊന്ന് വറ്റിപ്പോണ്ട, നമ്മുടെ തീയലൊക്കെ ഇല്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഇതൊരുപാട് സ്പെഷ്യലായൊരു കറിയാണ്. വറ്റൽ ഏത് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. താങ്ക്